Hi everyone. Next topic നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺഡ്യൂട്ട് വയറിങ്ങിൽ തന്നെ നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് അതായത് PVC കോൺഡ്യൂട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെറ്റാലിക് കോൺഡ്യൂട്ട്സും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ആക്സസറീസ് ഏതൊക്കെയാണ്, അതുപോലെ അതിൻ്റെ കട്ടിങ് ത്രെഡിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് അഥവാ PVC കോൺഡ്യൂട്ട്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് കോൺഡ്യൂട്ട്സ്. ജനറലി നമ്മൾ കോൺഡ്യൂട്ട്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? റിജിഡ് സ്റ്റീൽ കോൺഡ്യൂട്ട്സ്, നേരത്തെ പറഞ്ഞത് നമ്മുടെ മെറ്റാലിക് കോൺഡ്യൂട്ട്സ്. ദെൻ റിജിഡ് നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ്. റിജിഡ് നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സിൽ വരുന്നതാണ് നമ്മുടെ PVC കോൺഡ്യൂട്ട്സ് ഒക്കെ. ദെൻ ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ്. ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ വളയ്ക്കാൻ പറ്റുന്ന ടൈപ്പ്. ദെൻ ഫ്ലെക്സിബിൾ നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ്. നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സിലും അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് വരുന്നുണ്ട്. ദെൻ നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് made of fibers, asbestos, polyvinyl chloride, high density polyethylene or polyvinyl. ഇത്രയും മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ ഫൈബേഴ്സ്, ആസ്ബറ്റോസ്, ദെൻ പോളിവിനൈൽ ക്ലോറൈഡ് PVC, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ HDP ഓർ പോളിവിനൈൽ, ഇത്രയും സംഭവങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് സാധാരണ നിർമ്മിക്കാറുള്ളത്. PVC കോൺഡ്യൂട്ട്സ് ആർ പോപ്പുലർ ഡ്യൂ ടു ദെയർ. എന്തുകൊണ്ടാണ് PVC കോൺഡ്യൂട്ട്സിന് ഇത്രയധികം പോപ്പുലാരിറ്റി വരാൻ കാരണം? മാക്സിമം ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് PVC കോൺഡ്യൂട്ട്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് PVC കോൺഡ്യൂട്ട്സ് ഇത്രയും അധികം ഉപയോഗിക്കാനുള്ള കാരണം? മറ്റൊന്നുമല്ല, PVC കോൺഡ്യൂട്ട്സിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കൊണ്ടാണ്. ഇറ്റ് ഹാവിങ് ദ ഹൈ റെസിസ്റ്റൻസ് ടു മോയ്സ്ചർ ആൻഡ് കെമിക്കൽ അറ്റ്മോസ്ഫിയർ. കെമിക്കൽ അറ്റ്മോസ്ഫിയറിലേക്ക് അതുപോലെ മോയ്സ്ചറിനൊക്കെ ഹൈ റെസിസ്റ്റൻസ്, അതിനോടൊക്കെ ഹൈ റെസിസ്റ്റൻസ് PVC കോൺഡ്യൂട്ട്സ് കാണിക്കാറുണ്ട്. അതായത് കെമിക്കൽ അറ്റ്മോസ്ഫിയറിനും അതുപോലെ മോയ്സ്ചറിനും നേരെ അതിൽ റിയാക്ഷൻസ് സാധാരണ കാണിക്കാറില്ല. റെസിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. നോർമലി ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തും കൂടുതലാണ്. കാരണം അതൊരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ അല്ല. PVC എപ്പോഴും നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തും അതിനകത്തുണ്ട്. ലോ വെയ്റ്റ് ആണ്, കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റും ആണ്. ഇനി ലൈറ്റ് ഗേജ്, അതായത് ഗേജ് കുറഞ്ഞ 1.5 mm തിക്നെസ്സിനേക്കാളും 1.5 mm വാൾ തിക്നെസ്സിനേക്കാളും കുറഞ്ഞ PVC പൈപ്പ്സ് ആണെങ്കിൽ ഇറ്റ്സ് ആർ നോട്ട് ആസ് സ്ട്രോങ് ആസ് മെറ്റൽ കോൺഡ്യൂട്ട്സ് അഗെയിൻസ്റ്റ് ദ മെക്കാനിക്കൽ ഇമ്പാക്റ്റ്. മെക്കാനിക്കൽ ഇമ്പാക്റ്റ് പുറമേ നിന്നുള്ള ഫിസിക്കൽ ഇമ്പാക്റ്റിനെ എതിരെ തടഞ്ഞു നിർത്താനുള്ള അത്രയും സ്ട്രോങ് അല്ല ഈ 1.5 mm തിക്നെസ്സിൻ്റെ താഴെയുള്ള ലൈറ്റ് ഗേജ് ആയിട്ടുള്ള PVC പൈപ്പ്സ്. ഹെവി ഗേജ് PVC പൈപ്പ്സ്, അതായത് തിക്നെസ് 2 mm കൂടുതൽ തിക്നെസ്സുള്ള PVC പൈപ്പ്സ് ആണെങ്കിലും ഇത് വിത്ത് ഹൈ ഇമ്പാക്ട് റെസിസ്റ്റൻസ്, അതിന് ഇമ്പാക്ട് റെസിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. അതായത് പുറമേ നിന്നുള്ള ഇമ്പാക്റ്റിനെ തടഞ്ഞു നിർത്താൻ അത്രയും ഹൈ റെസിസ്റ്റൻസ് പവർ ഉണ്ടായിരുന്നു. ആൻഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹെവി മെക്കാനിക്കൽ ഇമ്പാക്റ്റ്. PVC heavy gauge conduits have special base material, can withstand temperature up to 85 degree Celsius. PVC ഹെവി ഗേജ് കോൺഡ്യൂട്ട്സിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 85 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ബേസ് മെറ്റീരിയലോട് കൂടിയിട്ടാണ് PVC ഹെവി ഗേജ് കോൺഡ്യൂട്ട്സ് നിർമ്മിക്കുന്നത്. ഇനി കോൺഡ്യൂട്ട് വയറിംഗ് ആർ ഓഫ് 2 ടൈപ്സ്. സാധാരണഗതിയിൽ നമ്മൾ കോൺഡ്യൂട്ട് വയറിംഗ് 2 രീതിയിൽ ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പോലെ സർഫസ് കോൺഡ്യൂട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ വാളിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കോൺഡ്യൂട്ട് വയറിംഗ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ കൺസീൽഡ് ഓർ റിസസ്റ്റ് ടൈപ്പ്, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ പ്ലാസ്റ്ററിംഗ് അല്ല, വാളിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ സിമെൻ്റ് ഇട്ട് മൂടുന്ന ടെക്നിക്ക്. അങ്ങനെ 2 രീതിയിൽ ചെയ്യാറുണ്ട്. കൂടുതലായിട്ടും ഇപ്പോൾ കൺസീൽഡ് അല്ലെങ്കിൽ റിസസ്റ്റ് ടൈപ്പാണ് വരുന്നത്. കാരണം അതിൻ്റെ അപ്പിയറൻസിൻ്റെ ഒരു ഫാക്ടർ നോക്കുന്ന സമയത്തേക്ക് കുറച്ചും കൂടെ നല്ലത് കൺസീൽഡ് ആയിട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ് ആണ്. യൂസ്ഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് കേബിൾ എൻഡ്സ് കണക്റ്റഡ് ടു എ വൈബ്രേറ്റിംഗ് മെഷീൻ, ഇൻ്റർ കണക്ഷൻ ബിറ്റ്വീൻ ദ സ്വിച്ച് ഗിയർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ്. സാധാരണഗതിയിൽ പ്രൊട്ടക്റ്റിംഗ് കേബിൾസ്, അതായത് ചില നമ്മുടെ വൈബ്രേറ്റ് ചെയ്യുന്ന മെഷീൻ്റെ അറ്റത്തേക്കൊക്കെ കണക്ട് ചെയ്യുന്ന കേബിൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഈ റിജിഡ് മെഷീനിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനിലേക്ക് കൊടുക്കുന്ന കണക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കോൺഡ്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് റിജിഡ് ആയിട്ടുള്ളത് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. കാരണം ഇത് പൊട്ടിപ്പോവും, വൈബ്രേറ്റ് ചെയ്യുന്ന മെഷീൻ ആകുമ്പം കോൺഡ്യൂട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോൺഡ്യൂട്ട്സ് ആണ് സാധാരണ യൂസ് ചെയ്യുക. അതുപോലെ ഇൻ്റർ കണക്ഷൻ ബിറ്റ്വീൻ ദ സ്വിച്ച് ഗിയർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, സ്വിച്ച് ഗിയറും ഡിസ്ട്രിബ്യൂഷൻ ബോർഡും തമ്മിലുള്ള ഇൻ്റർ കണക്ഷന് വേണ്ടിയിട്ടൊക്കെ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ് ആണ്. എർത്തിങ് കണ്ടക്ടേഴ്സ് ഷുഡ് റൺ ഐദർ externally or internally to the flexible conduit to form the earth connection. ഈ ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് ആയാലും ഈവൻ ഇനി നമ്മുടെ നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് ആയാലും അതിന് എന്തുണ്ടാവില്ല,
എർത്തിങ് പ്രോപ്പറായിട്ട്, കാരണം മെറ്റാലിക് കോൺഡ്യൂട്ട്സിനാണെങ്കിൽ അത് ഇറ്റ് സെൽഫ് ഒരു കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയത് കാരണം അതിന് എർത്തിങ് നമ്മൾ വേറെ പ്രൊവൈഡ് ചെയ്യണം എന്നില്ല. പക്ഷേ ഈ കേസിൽ ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ് അതുപോലെ PVC കോൺഡ്യൂട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എർത്തിങ് നമ്മൾ ഒന്നും കൂടി അതിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെ പുറത്തുകൂടെയോ നമ്മൾ എർത്ത് കണക്ഷൻ പ്രോപ്പറായിട്ട് കൊടുക്കണം. ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് ആക്സസറീസ് ഷുഡ് ബി ഓഫ് ത്രെഡ് ടൈപ്പ്. സാധാരണഗതിയിൽ ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് വരാറുള്ളത് ത്രെഡ് ടൈപ്പാണ്. നമുക്കൊരു ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലൊക്കെയാണ് അവൈലബിൾ ആവാറുള്ളത്. അത് ത്രെഡ് ടൈപ്പായിട്ടാണ് വരാറുള്ളത്. ദെൻ സെലക്ഷൻ ഓഫ് ദി ടൈപ്പ് ഓഫ് കോൺഡ്യൂട്ട്. ഇനി നമ്മൾ ഏത് ടൈപ്പ് കോൺഡ്യൂട്ടാണ് നമുക്ക് വേണ്ടത് എന്ന് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ടൈപ്പ് ഓഫ് ദി ലൊക്കേഷൻ, ഔട്ട്ഡോർ ഓർ ഇൻഡോർ. നമ്മൾ എവിടെയാണ് നമുക്ക് വയറിങ് ചെയ്യേണ്ടത്, ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ട സ്ഥലത്തിൻ്റെ ടൈപ്പ് ഏതാണെന്ന് നോക്കണം. ഔട്ട്ഡോറിലാണോ, ടൈപ്പ് ഓഫ് ദി ലൊക്കേഷൻ ഔട്ട്ഡോറിലാണോ അതോ ഇൻഡോറിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ, ഡ്രൈ ഓർ ഡാമ്പ് ഓർ എക്സ്പ്ലോസീവ് ഓർ കൊറോസീവ്. ഇനി അറ്റ്മോസ്ഫിയർ, അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കണം. ഡ്രൈ ആണോ അതോ ഡാമ്പ് അറ്റ്മോസ്ഫിയർ, ഡാമ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നനഞ്ഞിരിക്കുന്ന ടൈപ്പ് അറ്റ്മോസ്ഫിയർ ആണോ, എക്സ്പ്ലോസീവ് ആണോ, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ്, അതായത് കൂടുതൽ പുകയും ഫ്യൂംസ് ഒക്കെ വരുന്നതായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണോ, ദെൻ കൊറോഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള അറ്റ്മോസ്ഫിയർ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ദെൻ എക്സ്പെക്റ്റഡ് വർക്കിംഗ് ടെമ്പറേച്ചർ, അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവാവുന്ന മാക്സിമം എക്സ്പെക്റ്റഡ് വർക്കിംഗ് ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്ന് നമ്മൾ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പോഷർ ടു ഫിസിക്കൽ ഡാമേജ് ഡ്യൂ ടു മെക്കാനിക്കൽ ഇമ്പാക്റ്റ്, മെക്കാനിക്കൽ ഇമ്പാക്റ്റ് കൊണ്ടുള്ള ഫിസിക്കൽ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കണം. ദെൻ അലൗവബിൾ വെയിറ്റ് ഓഫ് കോൺഡ്യൂട്ട് റൺ, കോൺഡ്യൂട്ട് റണ്ണിൻ്റെ അലൗവബിൾ വെയിറ്റ്, മാക്സിമം അവിടെ അനുവദിക്കാവുന്ന വെയിറ്റ്. ഇപ്പം വെയിറ്റ് കൂടുതൽ ആവാവുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് മേൽപ്പറഞ്ഞ കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ചിലപ്പം മെറ്റാലിക് കോൺഡ്യൂട്ട്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. പക്ഷേ അവിടെ കോൺഡ്യൂട്ട് റണ്ണിൻ്റെ വെയിറ്റ് അത്രയും പാടില്ലാത്തൊരു ഏരിയ ആണെങ്കിൽ നമുക്ക് മെറ്റാലിക് കോൺഡ്യൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കേസിൽ എന്ത് ചെയ്യേണ്ടി വരും, PVC കോൺഡ്യൂട്ട്സ് ഉപയോഗിക്കേണ്ടി വരും. ദെൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, അതിൻ്റെ ചിലവ് ഏകദേശം എത്രയും ചിലവിലാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുകൂടി നമ്മൾ നോക്കണം. കമ്പാരിസൺ ബിറ്റ്വീൻ ദ മെറ്റാലിക് ആൻഡ് PVC വയറിങ്സ്. ഇപ്പോൾ മെറ്റാലിക് വയറിങ്ങും അതുപോലെ PVC വയറിങ്ങും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് രണ്ടിനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. മെറ്റൽ കോൺഡ്യൂട്ട് ആണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ദ ഗുഡ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ടു കേബിൾസ് നല്ല എന്തായാലും ഉറപ്പാണ്, മെറ്റൽ ആയത് കാരണം ഗുഡ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ആയിരിക്കും മെറ്റൽ കോൺഡ്യൂട്ട്സ് തരിക. PVC കോൺഡ്യൂട്ട്സിൽ കമ്പാരിറ്റീവ്ലി പ്രൊട്ടക്ഷൻ കുറവാണ്. മെറ്റലാകുമ്പം ഇറ്റ് വെയ്സ് മോർ ഫോർ ദ ഗിവൺ ലെങ്ത്, ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിന് അതിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും. PVC ആണെങ്കിൽ ലൈറ്റർ ആയിരിക്കും. മെറ്റൽ കോൺഡ്യൂട്ട് ആണെങ്കിൽ നീഡ് സ്കിൽ ആൻഡ് ടൈം ഫോർ ദ ഇൻസ്റ്റാളേഷൻ, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെയ്യുന്ന ആൾക്ക് അത്യാവശ്യം നല്ല സ്കില്ലും അതുപോലെ ടൈമും ആവശ്യമായിട്ട് വരും. PVC കോൺഡ്യൂട്ടിനാണെങ്കിൽ അങ്ങനെ സ്കില്ലൊന്നും വേണ്ട, ടൈമിൻ്റെയും ആവശ്യമില്ല, കുറച്ച് സമയത്ത് തന്നെ ചെയ്യാൻ പറ്റും. റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഡ്യൂ ടു ലീക്കേജ്, മെറ്റൽ കോൺഡ്യൂട്ടിലാണെങ്കിൽ എന്തെങ്കിലും വയറിങ്ങിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട്, ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇൻസ്റ്റലേഷൻ ഡാമേജ് എന്തെങ്കിലും വന്ന് കറണ്ട് ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ആ മെറ്റൽ കോൺഡ്യൂട്ട് ആയതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കണക്ഷൻ വരാനും ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ PVC ഒരു ഇൻസുലേറ്റർ ആയത് കാരണം ഇങ്ങനൊരു റിസ്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. മെറ്റൽ കോൺഡ്യൂട്ടിലാണെങ്കിൽ ഗുഡ് എർത്ത് കണ്ടിന്യൂറ്റി ത്രൂ ദ പൈപ്പ് ഇറ്റ്സെൽഫ്, പൈപ്പ് തന്നെ ഇറ്റ്സെൽഫ് ഒരു മെറ്റൽ ആയത് കാരണം അതിലൂടെ ഗുഡ് എർത്ത് കണ്ടിന്യൂറ്റി എന്തായാലും ഉണ്ടാവും. PVC കോൺഡ്യൂട്ടിലാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എർത്ത് വയർ കാണുന്നത് വേണം. ദെൻ മെറ്റൽ കോൺഡ്യൂട്ടിലാണെങ്കിൽ യൂസ്ഡ് ഇൻ ദ ഗ്യാസ്, ലൈറ്റ് ആൻഡ് എക്സ്പ്ലോസീവ് പ്രൂഫ് ഇൻസ്റ്റലേഷൻസ്, എക്സ്പ്ലോസീവ് ആയിട്ടില്ലാത്ത, അതായത് എക്സ്പ്ലോഷൻ നടക്കാൻ ചാൻസ് ഇല്ലാത്ത ഗ്യാസോ അല്ലെങ്കിൽ ലൈറ്റോ ആയിട്ടുള്ള ഇൻസ്റ്റലേഷനിലാണ് നമ്മൾ സാധാരണ മെറ്റൽ കോൺഡ്യൂട്ട്സ് യൂസ് ചെയ്യാറുള്ളത്. PVC കോൺഡ്യൂട്ട്സ് അങ്ങനെയുള്ള കേസുകളിൽ സാധാരണ യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ദെൻ മെറ്റൽ കോൺഡ്യൂട്ട്സ് നീഡ്സ് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് അഗെയിൻസ്റ്റ് ദ കൊറോഷൻ, മെറ്റൽ എന്ത് ചെയ്യാം പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകാനോ അങ്ങനെയുള്ള ചാൻസ് ഒക്കെ ഉള്ളത് കാരണം കൊറോഡ് ചെയ്യാനുള്ള ചാൻസസ് മെറ്റലിന് എപ്പോഴും കൂടുതലാണ് മറ്റുള്ളവയായിട്ട് റിയാക്ഷൻ നടന്നിട്ട്. സോ അതിനെപ്പോഴും പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങിൻ്റെ ആവശ്യമുണ്ടാവും. PVC കോൺഡ്യൂട്ട് ആണെങ്കിൽ റെസിസ്റ്റൻറ്റ് ടു കൊറോഷനാണ്, അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങിൻ്റെ ആവശ്യം PVC കോൺഡ്യൂട്ടിന് വരുന്നില്ല. മെറ്റൽ കോൺഡ്യൂട്ട് ആണെങ്കിൽ ലാർജ് ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. PVC കോൺഡ്യൂട്ട് ആണെങ്കിൽ അതിന് ടെമ്പറേച്ചർ എപ്പോഴും ലിമിറ്റഡ് ആണ്. ഒരു 60 ഡിഗ്രി സെൽഷ്യസിൻ്റെയൊക്കെ മേലേക്ക് പോവുകയാണെങ്കിൽ PVC പൈപ്പ് ഉരുക്കി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരുപാട് 5 ഡിഗ്രിയിലൊക്കെ താഴേക്ക് ഭയങ്കര കുറഞ്ഞ ഫ്രീസിങ് പോയിൻറ്റിൻ്റെ അടുത്തേക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ലിമിറ്റഡ് ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമേ PVC കോൺഡ്യൂട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മെറ്റൽ കോൺഡ്യൂട്ട് ആണെങ്കിൽ ഫയർ റെസിസ്റ്റൻ്റ് ആണ്. PVC കോൺഡ്യൂട്ട് ഫയർ റെസിസ്റ്റൻ്റ് അല്ല, തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ കോൺഡ്യൂട്ട് കരിഞ്ഞു പോകും. ദെൻ മെറ്റൽ കോൺഡ്യൂട്ട് ആണെങ്കിൽ നോർമലി മെറ്റലിന് റേറ്റ് കൂടുതലാണ്, സോ അതെന്തായിരിക്കും, കോസ്റ്റ്ലി ആയിരിക്കും. PVC കോൺഡ്യൂട്ട് ആണെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കും. പ്ലാസ്റ്റിക്കിന് പൊതുവേ അല്ലെങ്കിൽ PVCക്ക് പോളിവിനാൽ ക്ലോറൈഡിന് മെറ്റീരിയൽസിന് റേറ്റ് കുറവായത് കാരണം ലെസ് കോസ്റ്റ്ലി ആയിരിക്കും അത്. സ്പെഷ്യൽ പ്രിക്കോഷൻസ് വിത്ത് നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ്
ഉപയോഗിക്കുന്ന സമയത്തേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇഫ് ദ കോൺഡ്യൂട്ട്സ് ആർ ലയബിൾ ടു മെക്കാനിക്കൽ ഡാമേജസ് ദേ ഷുഡ് ബി അഡിക്വേറ്റ്ലി പ്രൊട്ടക്റ്റഡ്. മെക്കാനിക്കൽ ഡാമേജസ് വരാൻ ചാൻസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് ഷോൾ നോട്ട് ബി യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് ആപ്ലിക്കേഷൻസ്. താഴെ പറയുന്ന ആപ്ലിക്കേഷൻസിൽ നമ്മൾ നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് ഉപയോഗിക്കാൻ പാടില്ല. In concealed inaccessible places of a combustible construction where the ambient temperature exceeds 360 degree. അതായത് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഒരു 60 ഡിഗ്രി സെൽഷ്യസിൻ്റെ മേലേക്ക് പോയിട്ട് കൺസീൽഡ് ആയിട്ടോ അല്ലെങ്കിൽ കൺസീൽഡ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്ററിൻ്റെ അകത്ത്, വാളിൻ്റെ അകത്ത്, അതല്ലാതെ നമുക്ക് പെട്ടെന്ന് അത് പോയി റിപ്പയർ ചെയ്യാനോ എത്തിപ്പെടാനോ പറ്റാത്ത ഒരു ഏരിയയിലാണ് ഈ കോൺഡ്യൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ ഇത്രയും ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് കമ്പസ്റ്റിബിൾ കൺസ്ട്രക്ഷൻ, അതായത് അവിടെ ചൂട് കൂടിയിട്ട് അത് കമ്പഷൻ നടക്കാനുള്ള, കത്തിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഒരിക്കലും നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് ഉപയോഗിക്കരുത്. ഇൻ പ്ലേസസ് വേർ ദി ആംബിയൻ ടെമ്പറേച്ചർ ലെസ് ദാൻ 5 ഡിഗ്രി സെൽഷ്യസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴേക്ക് വരുന്ന കേസിലും ടെമ്പറേച്ചർ വരുന്ന കേസിലും ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത്രയും തണുപ്പ് വരുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ്, ബ്രിട്ടിലാവുക എന്ന് പറയും. ഫോർ സസ്പെൻഷൻ ഓഫ് ദ ഫ്ലൂറസെൻറ്റ് ഫിറ്റിംഗ്സ് ആൻഡ് അതർ ഫിക്സ്ചേഴ്സ്. ഇപ്പോൾ ഫ്ലൂറസെൻറ്റ് ലാമ്പുകൾ, ഫിറ്റിംഗ്സും അതുപോലെ മറ്റുള്ള ഫിക്സ്ചേഴ്സൊക്കെ സസ്പെൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും PVC കേബിൾസ് അല്ലെങ്കിൽ PVC കോൺഡ്യൂട്ട്സ് യൂസ് ചെയ്യാറില്ല. ഇൻ ഏരിയാസ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്, സൺലൈറ്റിലേക്ക് ഒരുപാട് നേരം, ഹൈ സൺലൈറ്റിലേക്ക് ഒരുപാട് നേരം എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുന്ന ഏരിയയിലും PVC കോൺഡ്യൂട്ട്സ് ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ PVC കോൺഡ്യൂട്ട് പൈപ്സിനകത്ത് ബെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ടെക്നിക്സ് ആണ്. ഇനി അതുപോലെ ഇതിനകത്ത് വരുന്ന മറ്റുള്ള ആക്സസറീസ് ആണ് റൗണ്ട് ബ്ലോക്സ്, അതുപോലെ അതിൻ്റെ സ്വിച്ച് ബോർഡ്, അങ്ങനെയുള്ളതെല്ലാം മെറ്റൽ കോൺഡ്യൂട്ട്സിൽ വരുന്ന, അതുപോലെ തന്നെ PVC കൊണ്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ വീടുകളിൽ കാണുന്നത് പോലെ സീലിംഗ് റോസ്, ദെൻ അതുപോലെ അതിൻ്റെ റൗണ്ട് ബ്ലോക്സ്, T, എൽബോ, അങ്ങനെയുള്ളതെല്ലാം PVCയിലും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അത് 3 വേണ്ട്, 2 വേണ്ട്, 4 വേണ്ട്, അങ്ങനെ പല ടൈപ്പിലും പല സൈസിലും പല ഡയമീറ്ററിലും അവൈലബിൾ ആണ്. മെറ്റാലിക് കോൺഡ്യൂട്ടിൽ വരുന്ന അതേ കണ്ടീഷനിൽ തന്നെ മെറ്റൽ മെറ്റീരിയൽ മാറ്റിയിട്ട് അത് PVC മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. നെക്സ്റ്റ് വൺ അതിൻ്റെ ബെൻഡിങ്ങിലാണ്. PVC ബെൻഡിങ്ങിൻ്റെ കോൾഡ് ബെൻഡിങ്, അതായത് ചൂടാക്കാതെ തന്നെ കോൾഡ് ബെൻഡ് ചെയ്യുന്ന കണ്ടീഷനാണ്. PVC കോൺഡ്യൂട്ട്സ് നോട്ട് എക്സീഡിങ് 25 mm ഡയമീറ്റർ ക്യാൻ ബി ബെൻഡ് കോൾഡ് ബൈ യൂസിങ് എ സ്പ്രിങ്. അതിൽ 25 mm ഡയമീറ്ററിനേക്കാളും കൂടാത്ത PVC പൈപ്സ്, അധികം സൈസ് ഇല്ലാത്ത PVC പൈപ്സിനെയൊക്കെ നമുക്ക് തണുപ്പിൽ തന്നെ സ്പ്രിങ് ഉപയോഗിച്ച് അതിനെ ബെൻഡ് ചെയ്യാൻ പറ്റും. ദ ബെൻഡ് ഈസ് ദെൻ മെയ്ഡ് ഐദർ വിത്ത് ഹാൻഡ്സ് ഓർ അക്രോസ് ദ നീ. അപ്പോൾ ഒരു സ്പ്രിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കാൽമുട്ടിൽ വെച്ചിട്ടോ നമുക്കതിനെ ബെൻഡ് ചെയ്യാൻ സാധിക്കും. ടു അച്ചീവ് ദ ആംഗിൾ റിക്വയർഡ് the original bend should be made at twice the angle required and the tube allowed to return to the correct angle. സാധാരണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെൻഡ് ചെയ്യണമെങ്കിൽ ഈ PVC കോൺഡ്യൂട്ടിന് നമുക്ക് ഏത് ആംഗിളിലാണോ, അപ്പോൾ ഒരു 30 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 45 ഡിഗ്രിയിലാണ് നമുക്ക് വേണ്ടത് എങ്കിൽ 45 ഡിഗ്രിയിലാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനൊരു 90 ഡിഗ്രി കണ്ട് നമ്മൾ ബെൻഡ് ചെയ്യണം. കാരണം എന്നിട്ട് പിന്നെ ഇതെന്ത് ചെയ്യും, കുറച്ച് ഭാഗം ഇത് വീണ്ടും റിട്ടേൺ ചെയ്ത് പഴയ ആംഗിളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ ഡബിൾ ആംഗിളിൽ നമ്മൾ ട്വൈസ് ദ ആംഗിളിൽ നമ്മൾ ബെൻഡ് ചെയ്യുക. സോ അത് തിരിച്ചെന്ത് ചെയ്യും, കുറച്ച് ഭാഗം അങ്ങ് വീണ്ടും ബാക്കിലേക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ വീണ്ടും റിട്ടേൺ ചെയ്യാൻ കുറച്ച് ബാക്കിലേക്ക് അതിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കും. സോ അപ്പോൾ എന്ത് ചെയ്യും, അതൊരു 45 ഡിഗ്രിയിലേക്ക് വീണ്ടും പോകും. ഇപ്പോൾ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 45 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടും. 45 ഡിഗ്രി ആയിരുന്നു നമുക്ക് വേണ്ടത്. Then under no circumstances should an attempt to made to force the bend back with a spring if it is twisted in an anti-clockwise direction. അപ്പോൾ ഈ കോൺഡ്യൂട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ട്വിസ്റ്റ് നമ്മളെപ്പോഴും വളയ്ക്കുന്നത് എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സ്പ്രിങ് വെച്ചുകൊണ്ട് തന്നെ ഫോഴ്സ് ചെയ്ത് വളയ്ക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്, തിരിച്ചാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഡയമീറ്റർ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആ സ്പ്രിങ് വെച്ചുകൊണ്ട് തന്നെ തിരിച്ചാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബെൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബെൻഡ് ചെയ്യുന്ന പോർഷനിൽ PVC കോൺഡ്യൂട്ടിൻ്റെ ഡയമീറ്റർ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ബെൻഡിങ് ഓഫ് ദ കോൺഡ്യൂട്ട് ബൈ ഹീറ്റിംഗ്. ഇതിപ്പോൾ കോൾഡ് കണ്ടീഷനിൽ ബെൻഡ് ചെയ്ത കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ബെൻഡ് ചെയ്യാം എന്നാണ്. കോൺഡ്യൂട്ട് ഈസ് ദ ബെൻഡ് is first in case the conduit is to be bent is first cut and inspected for any sharp edges or burrs left out. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബെൻഡ് ചെയ്യാനുള്ള കോൺഡ്യൂട്ടിനെ ആദ്യം ദ കോൺഡ്യൂട്ട് ടു ബി ബെൻഡ് ഈസ് ഫസ്റ്റ് കട്ട്, ആവശ്യമുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കട്ട് ചെയ്യണം.
കട്ട് ചെയ്ത് സൂട്ടബിൾ ആയിട്ടുള്ള സൈസ് ലെങ്ത്തിലെടുക്കുക. ആൻഡ് ഇൻസ്പെക്റ്റഡ് ഫോർ എനി ഷാർപ്പ് എഡ്ജസ് ഓർ ബർഡ്സ് ലെഫ്റ്റ് ഔട്ട്. എന്തെങ്കിലും ഷാർപ്പ് എഡ്ജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗങ്ങൾ ബേർഡ്സ് പോലെയുള്ള ഭാഗങ്ങൾ ബാക്കി ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക, സൂട്ടബിൾ ആയിട്ടുള്ള എംബ്രി ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാൻഡ് പേപ്പർ പോലത്തെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അതിന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ദ കോൺഡ്യൂട്ട് ഈസ് ദെൻ ഫിൽഡ് വിത്ത് റിവർ സാൻഡ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, റിവർ സാൻഡ് ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് വെക്കുക. ദ എൻഡ്സ് ആർ സീൽഡ് വിത്ത് സ്യൂട്ടബിൾ ഡമ്മി കവേഴ്സ്. രണ്ട് എൻഡും എന്ത് ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡമ്മി കവർ ഉപയോഗിച്ച് സീൽ ചെയ്യുക. ദ പോർഷൻ വേർ ദ ബെൻഡ് ഈസ് ടു ബി മെയ്ഡ് ഷാൾ ബി ഹീറ്റഡ് യൂണിഫോംലി ടു എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും യൂണിഫോംലി നമ്മൾ ഹീറ്റ് ചെയ്യണം. ഒറ്റയടിക്ക് ടെമ്പറേച്ചർ കൂട്ടാനും പാടില്ല. യൂണിഫോംലി ഒരു ചെറിയ റേറ്റിൽ മാത്രമേ, ഒരു യൂണിഫോം ആയിട്ടുള്ള റേറ്റിൽ മാത്രമേ നമ്മൾ ടെമ്പറേച്ചർ അതിന് കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും മെൽറ്റിംഗ് പോയിൻ്റ് വരെ ടെമ്പറേച്ചർ കൂട്ടാനും പാടില്ല. മെൽറ്റിംഗ് പോയിൻ്റ് എത്തി എന്ത് സംഭവിക്കും, അത് ഉരുകാൻ തുടങ്ങും. അപ്പോൾ മെൽറ്റിംഗ് പോയിൻ്റ് എത്തുന്നതിന് മുമ്പ് വരെ യൂണിഫോം ആയിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കുക, സാൻഡ് ഉള്ളിൽ നിറച്ചുകൊണ്ട്. ബൈ അപ്ലൈയിങ് യൂണിഫോം പ്രഷർ ബെൻഡ് വിത്ത് റിക്വയർഡ് ആംഗിൾ ഈസ് മെയ്ഡ് ബൈ ഹോൾഡിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് വളച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സാൻഡ് വെച്ചിട്ട് നമ്മൾ രണ്ട് ഭാഗവും പിടിച്ച് വളച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോം പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ആംഗിളിൽ അതിനെ ബെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ദെൻ സെലക്ഷൻ ഓഫ് ദ കോൺഡ്യൂട്ട് സൈസസ്. ഇനി കോൺഡ്യൂട്ടിൻ്റെ സൈസ് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന്. ദ കോൺഡ്യൂട്ട് സൈസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സൈസ് ഓഫ് ദ കേബിൾസ് ആൻഡ് ദ നമ്പർ ഓഫ് കേബിൾസ് ടു ബി ഡ്രോൺ ഇൻ എ പെർട്ടിക്കുലർ സെക്ഷൻ. സൈസ് ഓഫ് ദി കേബിൾസ്, നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന കേബിളുടെ സൈസ് നമ്മൾ എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട്, അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ കേബിളുടെ സൈസ് സെലക്ട് ചെയ്തത്. അതുപോലത്തെ എത്ര കേബിൾ, എത്ര സൈസുള്ള കേബിളാണോ നമ്മൾ ആ കോൺഡ്യൂട്ടിനടുത്ത് കടത്തിവിടാൻ പോകുന്നത്, അതോ ഓരോ കേബിളിൻ്റെയും എത്ര കേബിൾ അതിനകത്ത് വരുന്നുണ്ട്, ഇതുപോലത്തെ എത്ര കേബിൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് നോക്കിയിട്ടാണ് ആ പർട്ടിക്കുലർ സെക്ഷനിലെ കോൺഡ്യൂട്ടിൻ്റെ സൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദിസ് ഇൻഫോർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദി വയറിംഗ് ലേഔട്ട് ആൻഡ് ദ വയറിംഗ് ഡയഗ്രാം. ഇത് നമുക്ക് നിശ്ചയിക്കണമെങ്കിൽ എവിടെ നോക്കിയാൽ പറ്റും, നമ്മുടെ വയറിംഗ് ലേഔട്ട് അല്ലെങ്കിൽ വയറിംഗ് ഡയഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കോൺഡ്യൂട്ടിൻ്റെ സൈസ് സാധാരണ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി വയറിംഗ് ലേഔട്ട് ആൻഡ് ദ വയറിംഗ് ഡയഗ്രാം. എ നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട് പൈപ്പ് used in the wiring should have a minimum size of 20 mm in diameter. നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട് പൈപ്പ് ആണെങ്കിൽ, വയറിങ്ങിൽ യൂസ് ചെയ്യുന്ന നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട് പൈപ്പിന് മിനിമം 20 mm ഡയമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. അതിലും കുറഞ്ഞ കോൺഡ്യൂട്ട് പൈപ്പ് ഉപയോഗിക്കാൻ പാടില്ല. 20 mm ഡയമീറ്റർ എന്ന് പറയുമ്പം 2 cm ഡയമീറ്ററാണ് പറയുന്നത്. ഇതിനൊരു ചാർട്ടാണ്. ഒരു 650 വോൾട്ട് ബൈ 1100 വോൾട്ട് ഗ്രേഡ് അലുമിനിയം ഓർ കോപ്പർ കണ്ടക്ടർ കേബിൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന കോൺഡ്യൂട്ട്സിൻ്റെ IS പ്രകാരം നമുക്ക് ഉപയോഗിക്കാവുന്ന കോൺഡ്യൂട്ട്സിൻ്റെ സൈസാണ് കൊടുത്തിട്ടുള്ളത്. 1.5 സ്ക്വയർ mm കണ്ടക്ടർ ഉപയോഗിക്കുന്ന കേബിളാണെങ്കിൽ നമുക്ക് ഒരു 4 വയറുകൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം, 20 mm കേബിൾ കോൺഡ്യൂട്ടാണ് നമുക്ക് യൂസ്. അതുപോലെ 2.5 സ്ക്വയർ mm ആണെങ്കിൽ 6 കേബിൾ കടത്തിവിടണം, 3 കേബിൾ കടത്തിവിടണം എന്നുണ്ടെങ്കിൽ 2.5 സ്ക്വയർ mm 3 കേബിൾ കടത്തിവിടണം എന്നുണ്ടെങ്കിൽ 20 mm കോൺഡ്യൂട്ട് യൂസ് ചെയ്താൽ മതി. 6 കേബിൾ കടത്തിവിടണം എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് 25 mm കോൺഡ്യൂട്ട് യൂസ് ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ പറയുന്നത് നമ്മൾ 2.5 സ്ക്വയർ mm 650 വോൾട്ട് ഗ്രേഡിലെ സിംഗിൾ കോർ കേബിൾ ഓഫ് 6 നമ്പേഴ്സ്, 6 നമ്പറുള്ള, ഇപ്പോൾ ഫിഗറിനകത്ത് നോക്കുകയാണെങ്കിൽ 6 എണ്ണം, 2.5 സ്ക്വയർ mm 6 എന്ന് പറയുമ്പോൾ രണ്ടാമത്തേതിൽ ആദ്യത്തെ 20 mm ആണെങ്കിൽ 3 എണ്ണം പറ്റുള്ളൂ. രണ്ടാമത്തേത് നോക്കുകയാണെങ്കിൽ ബിയുടെ താഴെയുള്ള വാല്യൂ നോക്കുക. 2.5 സ്ക്വയർ mm ആണെന്നുണ്ടെങ്കിൽ 6 കേബിൾ കടത്തിവിടാം എന്നുണ്ടെങ്കിൽ 25 mm ഡയമീറ്ററുള്ള കോൺഡ്യൂട്ട്സ് യൂസ് ചെയ്യേണ്ടി വരും. സിമിലർ കേസ് പിന്നെ നെക്സ്റ്റ് ഒരെണ്ണം പറയുന്നത് 6 സ്ക്വയർ mm വയറാണ് നമ്മൾ എടുക്കുന്നത്. 6 സ്ക്വയർ mm വയറുകളാണ്, അത് 6 എണ്ണം കടത്തിവിടണം എന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യത്തേതിലാണെങ്കിൽ പറ്റില്ല, രണ്ടാമത്തേതിലാണെങ്കിൽ 4 എണ്ണം വരെ പറ്റുള്ളൂ 25 സ്ക്വയർ mm. അപ്പോൾ 7 എണ്ണം വരെ കടത്തിവിടാൻ പറ്റുന്നത് നമുക്ക് 32 mm-നകത്താണ്, 32 mm ഡയമീറ്ററുള്ള കോൺഡ്യൂട്ടിനകത്താണ്. അപ്പം 6 സ്ക്വയർ mm വയറ് നമുക്ക് ഒരു 6 എണ്ണം കടത്തിവിടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 32 mm ഡയമീറ്ററുള്ള കോൺഡ്യൂട്ട് പൈപ്പ് യൂസ് ചെയ്യേണ്ടി വരും.